ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോന്ന് പ്രൈസ് ദി ലോർഡ്. ടീക്കന്മാരുടെ ധ്യാനം ദൈവത്തിന്റെ കൃപയെ നന്നായി പോകുന്നു. ഒരു ടോക്ക് കഴിഞ്ഞിട്ട് അടുത്ത ടോക്ക് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള ടോക്കും എടുത്തേക്കാൻ വിചാരിച്ചു കേട്ടോ. ടോക്കല്ല, നമ്മുടെ കുഞ്ഞു ടോക്ക് അല്ലേ. ഏതാണ്ട് ടീക്കന്മാർ നല്ല സന്തോഷത്തിലാണ്. പലരും നമ്മുടെ കുടുംബാംഗങ്ങളാണ്. നിങ്ങളുടെ അന്വേഷണം കൊടുത്തിട്ടുണ്ട്. അവരെ അന്വേഷണം തിരിച്ചു തരികയും ചെയ്തിരിക്കുന്നു കേട്ടോ. വൈകുന്നേരം നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു സ്ട്രോങ് പ്രാർത്ഥന നടത്തിയേക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഞാൻ ഇങ്ങനെ വ്യാഴാഴ്ചയാകാൻ നോക്കിയിരിക്കും. ചിലപ്പോൾ പിള്ളേർ ഇങ്ങനെ അവധിയാകാൻ നോക്കിയിരിക്കുന്നു അല്ലേ. എന്റെ സഹോദരങ്ങളെ, ശരിക്കും ഇന്ന് വ്യാഴാഴ്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഞാൻ ചില പ്രത്യേകം നിയോഗം വെക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ലൂക്ക 24:53 തലക്കെട്ട് കൊടുത്തിരിക്കും. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 24:53. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് സദാസമയവും ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഓർക്കണം, കുഞ്ഞായിരുന്ന സമയത്ത് ചിലപ്പോൾ ഞാനിങ്ങനെ പറയാം, അമ്മ ഇത് എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന് ഈ പുട്ട് തന്നെ ഉള്ളൂ. ചില പിള്ളേരൊക്കെ ചോദിക്കും അല്ലേ, സെയിം സാധനം റിപ്പീറ്റ് ചെയ്ത് വരുന്ന സമയത്ത്. എന്ന് പറയുന്നത് പോലെ ചില ആൾക്ക് ചിലപ്പോൾ കുത്തിയൊരു ഡയലോഗ് പറയും. എന്താ പറയുക, എല്ലാ നേരം ഈ പ്രാർത്ഥന മാത്രം ഇരുന്നാൽ മതിയോ, പ്രാർത്ഥന മാത്രമേ ഉള്ളോ അല്ലേ, പ്രാർത്ഥനയും കൊണ്ടിരുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുവോ, ഇങ്ങനെ വരുവോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. എന്റെ സഹോദരൻ, അവർക്കുള്ള മറുപടിയാണ് വചനം. ലൂക്ക 24:53. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരെ കുറിച്ച് പറയപ്പെട്ടിരിക്കുകയാണ്. അവർ സദാസമയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. അപ്പസ്തോലന്മാർ ചെയ്തൊരു കാര്യം, ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം സദാസമയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടുന്നത്. ഇതിന്റെ തത്തുല്യമായ മറ്റൊരു ഭാഗം ലൂക്ക 2:37 ശിമയോനും അന്നായും. അന്നയെക്കുറിച്ച് പറയും, 84 വയസ്സുള്ള ഒരു വിധവ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞുകൂടുമായിരുന്നു. അപ്പൊ ചിന്തിച്ചു നോക്കണം. അതിനുള്ള സഹോദരങ്ങളെ എന്ന് പറഞ്ഞത് എല്ലാ സമയം ഫുൾ ടൈം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. എപ്പോഴും ഒരു ദൈവ സാന്നിധ്യത്തിലായിരിക്കണം. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, നമ്മൾ ജോലി ചെയ്യുമ്പോഴും, ഡ്രൈവ് ചെയ്യുമ്പോഴും, നമ്മൾ സംസാരിക്കും, എപ്പോഴും ഒക്കെ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, ഒരു ദൈവിക സാന്നിധ്യത്തിലായിരിക്കണം നമ്മൾ. ആ ദൈവിക സാന്നിധ്യത്തിൽ വരുന്നു കഴിയുമ്പോൾ അത് ആ ദൈവ സാന്നിധ്യത്തിലാകുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ്. അപ്പൊ അതിനകത്തൊരു നന്ദി വരാം, ഒരു സ്തുതിപ്പ് വരാം, ഒരു അപേക്ഷ വരാം, ഒരു പരാതി വരാം, ഒരു പരിഭവം വരാം, ഇതൊക്കെ വരാം അതിനകത്ത്. അതുകൊണ്ട് സദാസമയം ദേവാലയത്തെ സ്തുതിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി എന്ന് പറയുമ്പോൾ അത് മോശമായ ഒരു കാര്യമല്ല, ബൈബിൾ അംഗീകരിച്ചിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് സദാസമയവും നമുക്ക്, അതായത് ദൈവവിചാരമില്ലാത്ത ഒരു സമയം ഉണ്ടാകരുത്. എല്ലാത്തിലും ദൈവവിചാരം വരും. ടോക്കെടുക്കുമ്പോൾ ദൈവവിചാരം, പറയുമ്പോൾ ദൈവവിചാരം, എല്ലാം കണക്ട് ടു ദ ലോട്ട്. യാത്ര എല്ലാത്തിലും, നമ്മുടെ സംസാരത്തിലൊക്കെ അങ്ങനെയുള്ള മനുഷ്യരല്ലേ ദൈവ മനുഷ്യര്. അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നുള്ള പേരുകൊണ്ട് അതിന് യാതൊരു സ്വഭാവത്തിന് ചേരാത്ത ജീവിതം. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ വചനവും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ സ്തുതിപ്പുകളും പ്രാർത്ഥനകളും ആരാധനകളും ദൈവസാന്നിധ്യ സ്മരണയും ശോള്ള സംസാരവും അല്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരാൻ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. അപ്പൊ സോരന്മാരോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. ഈ ശിമയോൻ അന്നായി അതിൽ ആ അമ്മയോട് കൊണ്ട് പ്രാർത്ഥിച്ചു. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂടെയുണ്ട്, സ്തുതിക്കാം. കുഞ്ഞുങ്ങളെ വിളിച്ചായിരുന്നല്ലോ അല്ലേ, കുഞ്ഞുങ്ങളെ. ഓക്കെ വിളിച്ചൊന്നും അതിന്റെ ഓർമ്മ ഇല്ലെങ്കിൽ സോറി, ഇപ്പൊ വിളിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായി സ്തുതിക്കാം. ഈശോ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരെ ഓരോരുത്തരെ ആശീർവദിക്കുകയാണ്. കർത്താവിന്റെ വലിയ സ്നേഹം, ഒരിക്കലും അസ്തമിക്കാത്ത ഓരോ പ്രഭാതത്തിൽ പുതിയതായ സ്നേഹം കൊണ്ട് ഇവർ ഓരോരുത്തരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ സെക്കൻഡ് മുതൽ ഇവർക്കൊരു പുതിയ ദൈവകൃപയും നിറഞ്ഞൊരു അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ ശല്യപ്പെടുന്ന എല്ലാ ദുഷ്ടാര്യങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടേക്ക് ആട്ടിപ്പായിക്കുന്നു, നിത്യാഗ്നിയിലേക്ക് ബന്ധിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, ഈശോയെ സദാസമയവും ഈശോയെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും പ്രാർത്ഥനകളും ദൈവ സാന്നിധ്യ സ്മരണയിൽ ജീവിക്കാൻ ഒരു പ്രത്യേക കൃപ ഈ ആശീർവാദ സമയത്ത് കരുണയും ദയയും തോന്നി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവ്, ഇവരെല്ലാം പ്രത്യേക നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ട കൃപയുണ്ടാകട്ടെ. നിങ്ങളത് ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിന്റെ ദിവസമാകട്ടെ. പാപ സാഹചര്യങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ എന്ന് ആശീർവദിക്കുന്നു. എല്ലാ കാര്യം നന്നായി ചെയ്യാൻ ഒരു കൃപ ഇന്നത്തെ ദിവസം ഉണ്ടാകട്ടെ. ബലഹീനതകളും പോരായ്മ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതെ പിടിച്ചു വെക്കാൻ കൃപ ലഭിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.